ജോസി, കേൾക്കാമെങ്കിൽ ഇപ്പോൾ DGP മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങളിൽ ഒരു പ്രാഥമിക കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കാര്യത്തിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ചും ഈ വിവാദം വളർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഒപ്പം മുഖ്യമന്ത്രിയാകെയും സർക്കാരിനെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു നടപടിക്ക് പാർട്ടിയും സർക്കാർ ആഭ്യന്തര വകുപ്പും നിർബന്ധിതരാകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു കൂടിക്കാഴ്ച കൂടി ഉണ്ടല്ലോ. ആദ്യഘട്ട കൂടിക്കാഴ്ചയിൽ ഏതെല്ലാം നിലക്കുള്ള ചർച്ച ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? വിഷയത്തിൽ ഗൗരവതരത്തിൽ മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 15 മിനിറ്റോളം DGPയുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രി വാസവനും പങ്കെടുത്തിരുന്നു. എന്തായാലും ഈ സമ്മേളനത്തിന്റെ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി കോട്ടയത്ത് ഇന്നലെ വൈകിട്ട് നാട്ടം ഗസ്റ്റ് ഹൗസിൽ എത്തിയതാണ്. രാവിലെയാണ് DGPയെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയത്. വിവാദ വിഷയങ്ങളിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇത് സംബന്ധിച്ച് DGPയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവാദ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നുമില്ല. എന്തായാലും ഈ സമ്മേളന വേദിയിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദ വിഷയങ്ങളിൽ പ്രതികരണം ഉണ്ടാകുമോ, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ, അച്ചടക്ക നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. എന്തായാലും ADGP MR അജിത് കുമാറുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയില്ല. ADGP MR അജിത് കുമാർ ഈ സമ്മേളന വേദിയായ കോട്ടയം നഗരത്തിലെ ഒരു സ്വകാര്യ കൺവെൻഷൻ സെന്ററിലേക്കാണ് എത്തിയത്. ഈ സമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രി ADGP മുഖ്യമന്ത്രിയെ കാണുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ കാണുവാനുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കർശനമായ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും നേരത്തെ മുഖ്യമന്ത്രി ഈ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനമായിരുന്നു വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ നേരത്തെ എത്തി സമയക്രമത്തിൽ മാറ്റം വരുത്തി രാവിലെ ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് നഗരപ്രദേശത്ത് അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രി താമസിച്ച നാട്ടകം ഗസ്റ്റ് ഹൗസിന് പരിസരത്ത് വെക്കുകയും ശക്തമായ പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അമർഷമുണ്ട്. ആ കാര്യം മുഖ്യമന്ത്രി DGPയെ അറിയിച്ചു എന്ന തരത്തിലുള്ള വ്യക്തമായ വിവരങ്ങളാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ അവിടുന്ന്, ജോസി? സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. എന്തായാലും ഈ സമ്മേളന വേദിയിൽ ഇപ്പോൾ അധ്യക്ഷ പ്രസംഗം നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി സംസാരിക്കുക. സമ്മേളനത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും മുഖ്യമന്ത്രിയോട് നേരിട്ടൊരു പ്രതികരണത്തിന്റെ സാധ്യതയുള്ളൂ. അങ്ങനെ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണത്തിന് ഇന്നലെയും കൊച്ചിയിൽ മാധ്യമപ്രവർത്തകർ തേടിയിരുന്നു. പക്ഷേ ഒന്നും വിവാദ വിഷയങ്ങളിലും മിണ്ടാതെ മുഖ്യമന്ത്രി മടങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. സ്വാഭാവികം നേരത്തെ നമുക്കറിയാം, ഈ പൊതുവിടങ്ങളിൽ മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരിക്കാത്ത ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ നിലയ്ക്ക് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള, പരസ്യമായ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. തെരമറിച്ചൊരു വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രസംഗമധ്യേ എന്തെങ്കിലും ഈ PV അൻവറിന്റെ ഉന്നയിച്ചിരിക്കുന്ന വിവാദ വിഷയങ്ങളിൽ അതിലൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും കടുത്ത അതൃപ്തിയുണ്ട് മുഖ്യമന്ത്രിക്ക്. സർക്കാരിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണം ഭരണകക്ഷി MLA യുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നത്. കൂടാതെ അത് പോലീസിനെയുമായി ബന്ധപ്പെട്ടുള്ള വിവാദ വിഷയങ്ങളാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരിക്കുന്ന ഗൂഢാലോചന, അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് അടക്കമുള്ള കൊലപാതക ശ്രമം അടക്കമുള്ള വലിയ ഗൗരവ തരത്തിലുള്ള വിഷയങ്ങളാണ് PV അൻവർ ആരോപണമായി ഉന്നയിച്ചതിന്റെ ഓഡിയോ സന്ദേശങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. അതിനൊരു പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായി ഈ സമ്മേളനം നടക്കുന്ന വേളയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്.